സസ്പെൻഷൻ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ മുന്നണി പാർലമെന്റിന് പുറത്ത് വിജയ് ചൌക്കിലേക്ക് കക്ഷി നേതാക്കൾ പ്ലക്കാർഡുകളുമേന്തി മാർച്ച് നടത്തി. പാർലമെന്റ് അതിക്രമത്തിൽ മോദി രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് ആരോപണം. ചരിത്രത്തിലാദ്യമായി രാജ്യം പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റ് നടപടികൾക്ക് സാക്ഷ്യം വഹിച്ചു. പാർലമെന്റിന് പുറത്ത് ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്തും വിജയ് ചൌക്കിലും പ്രതിപക്ഷ പ്രതിഷേധം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഇന്ത്യ മുന്നണിയിലെ കക്ഷി നേതാക്കളായ ശരത് പവാർ, TR ബാലു, മനോജ് ജാ, KC വേണുഗോപാൽ, NK പ്രേമചന്ദ്രൻ, ഇളമരം കരീം തുടങ്ങിയവർ പാർലമെന്റ് വളപ്പിൽ നിന്ന് പ്ലക്കാർഡുകളും കയ്യിലേന്തി മാർച്ച് നടത്തി. ജനാധിപത്യം സംരക്ഷിക്കുക, MP മാരെ തിരിച്ചെടുക്കുക, പാർലമെന്റിൽ നിന്ന് ജനാധിപത്യം പുറംതള്ളപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ. പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചമർത്താനുള്ള ശ്രമം, അസാധാരണമായ നടപടിയിലൂടെ കേന്ദ്രം മനഃപൂർവ്വം ഉണ്ടാക്കുന്നുവെന്ന ആരോപണം. When parliamentarians demanded the presence of the Home Minister and a discussion on the issue, even a brief discussion, they were instead suspended from Parliament. And when they were suspended from Parliament, it became imperative for many of us to stand in solidarity with them, because when parliamentary democracy itself was being trampled upon in this manner. കേന്ദ്ര സർക്കാരിന്റെ ഏകാധിപത്യ വാഴ്ചയ്ക്കെതിരെ അതിശക്തമായി പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. നാളെ രാജ്യവ്യാപകമായി എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കും. Protesting against the brutal killing of the democracy. It's all written here. The democracy has been massacred. Parliamentary democracy is not there. You could see the Home Minister speaking unilaterally. This is opposition mukt parliament. അതേസമയം രാജ്യസഭയിൽ ശൂന്യവേളയ്ക്ക് BJP MP K. ലക്ഷ്മൺ ശബരിമലയിലെ ഭക്തരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചു. തീർത്ഥാടകർക്ക് മതിയായ സൗകര്യം ഒരുക്കിയില്ലെന്നും ഭക്തർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തിയെന്നും BJP MP. സനാതനധർമ്മത്തെ തകർക്കാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം. ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധമായി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.